ഹായ്, ഇന്നപ്പോൾ നമ്മൾ സ്വാൻസി യൂണിവേഴ്സിറ്റി UK-യിൽ വെയിൽസിലുള്ള സ്വാൻസി യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. സ്വാൻസി യൂണിവേഴ്സിറ്റിയുടെ ബേ ക്യാമ്പസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് വെബോമെട്രിക്സ് എന്ന സൈറ്റിൽ 40ാമത്തെ UK-യിൽ 40ാമത്തെ റാങ്കാണ്. വേൾഡിൽ 468ാമത്തെ റാങ്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ നമ്മൾ സ്വാൻസി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വഴിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് യൂണിവേഴ്സിറ്റി കണ്ടിട്ട് വരാം. മൈക്കില്ലാത്തതുകൊണ്ട് റോഡിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ അലറി കൂവിയാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചു തന്ന ആപ്പിൾ മരങ്ങളൊക്കെ നിറച്ച് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ആപ്പിൾ പറിച്ചു കഴിച്ചു നോക്കി. പക്ഷെ നോക്കാത്തത് കൊണ്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില ആപ്പിൾ മരം ഇതൊക്കെ കേടാണ് കേട്ടോ. ആപ്പിളിൽ എന്തോ അസുഖം ബാധിച്ചു. അതിൽ ഈ പ്രാവശ്യം കായ്കളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വഴിയിൽ നിറയെ പൂക്കളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നിൽക്കുന്ന കാട്ട് റോസാണ് കേട്ടോ. കാട്ട് റോസ് ബഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് വീടുകളിലൊക്കെ വെക്കും. കണ്ടോ, റോസാപ്പൂ കണ്ടോ. ഞാൻ അവിടെ റോഡിൽ കണ്ട പ്രകൃതി സൗന്ദര്യത്തിനെ ആസ്വദിച്ചുകൊണ്ടാട്ടോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. നിറയെ പൂക്കളാണ് കേട്ടോ റോഡ് സൈഡിലൊക്കെ ഫുള്ളും. ഓരോ വെറൈറ്റി പൂക്കൾ കാണുമ്പോഴും ഞാൻ അതിൻ്റെ അവിടെ നിന്ന് സെൽഫി എടുക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കും. ഫോട്ടോയിൽ കാണാൻ ഭംഗിയില്ലെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണുന്നത് കണ്ടോ, നമ്മുടെ തമിഴ്നാട്ടിലുള്ളതുപോലെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി. തമിഴ്നാടല്ല കേട്ടോ, കാറ്റാടി മരം കണ്ട. കാറ്റാടി മരം ബ്രിട്ടീഷുകാരുടെ ബുദ്ധി. ഞാൻ കണ്ടതാട്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. അത് ഒരേ ഷേപ്പിൽ അച്ചിലിട്ട പോലെ ഉണ്ടായിട്ടുണ്ട്. അയ്യോ, എനിക്കിവിടുന്ന് പോകാൻ തോന്നല്ലോ കേട്ടോ. എന്തൊരു ഭംഗിയാണോ. നല്ല പിങ്ക് കളറാണ് കേട്ടോ. തീരെ ലൈറ്റ് റോസ് അല്ല, അതെൻ്റെ ക്യാമറയുടെ ആണ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഇല കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ വരയ്ക്കണ സമയത്ത് ഇത് ക്രിസ്മസിനൊക്കെ നിറയെ ഇങ്ങനെ വരയ്ക്കായിരുന്നു ഇതുപോലത്തെ ഇല. ആ ഇല ഇവിടെ വന്നപ്പോൾ നേരിട്ട് ഇങ്ങനെ ഒരു ഇല ഉണ്ട് എന്ന് സംഗതി മനസ്സിലായി. ഇതിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കായൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശരിക്കും ക്രിസ്മസ് കാർഡിലെ പോലെ ചുമപ്പും പച്ചയൊക്കെ ആയിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് ഇല? സൂപ്പറല്ലേ? ചുമക്കും, വിൻ്ററിൽ പൊഴിയും. നമ്മുടെ പൈനാണ് കേട്ടോ, പൈൻ മരം. പണ്ട് നമ്മൾ പൈൻമരാണ്. പണ്ട് നമ്മൾ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്നവർക്ക് ഇത് മെയിൽ കോണാണോ ഫീമെയിൽ കോണാണോ എന്ന് പഠിക്കാനുണ്ടായിരുന്നു. ഇത് വരയ്ക്കണം. എൻ്റെ അമ്മോ, ഇത് എത്ര വരച്ചാലും ടീച്ചേഴ്സ് സമ്മതിക്കില്ലായിരുന്നു. ഇത് വരച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും പൈനാണോ പൈനാപ്പിളാണോ എന്ന് തോന്നും. ഇതാണ് പൈൻ കോണാണിത്. കൊടുക്കായിരുന്നു. എന്തോരം പൈൻ കോണാന്ന് നോക്കുക. അവിടെ ആകെ ഒരു കോണ ഉണ്ടാവുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട്. യൂണിവേഴ്സിറ്റിയുടെ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോക്സ് പോലെ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. അപ്പോൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടോ. നമ്മൾ മലയാളികളല്ല, നമ്മളെവിടെ ചെന്നാലും കുറുക്ക് വഴി കൂടെയാണല്ലോ പോവുക. അപ്പോൾ ഇത് നമ്മൾ കോളേജിൻ്റെ ബാക്കിൽ കൂടെയുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഹോസ്റ്റലുകളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കോളേജിൻ്റെ ബാക്കിൽ കൂടെയുള്ള വഴിക്കോടെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഫ്രണ്ടിലെത്തിയിട്ട് കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിൽ കൂടെ ഹോസ്റ്റലാണ്. ഇവിടെ കൂടുതലായിട്ട് ഹോസ്റ്റലിൻ്റെ കെട്ടിടങ്ങളാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഉള്ളിലേക്ക് പോകും. ജസ്റ്റ് കണ്ടോ, ഇതൊക്കെ ഹോസ്റ്റലാണ്. നമ്മൾ ഇതിലേ അങ്ങോട്ട് വന്ന് കയറും. പിന്നെ അങ്ങനെ നോക്കി അങ്ങനെ കെട്ടിടങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ കെട്ടിടമാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ല, അകത്ത് കയറുമ്പോഴാണ് വിവരം അറിയുക. യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്കാട്ടോ പോണത്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഹെവൻ എന്ന് പറയും. അവിടെയാണ് ക്രിസ്ത്യൻസിന് കുർബാന ഉണ്ടായിരിക്കും. അതുപോലെ മുസ്ലിംസിന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും. പിന്നെ ഹിന്ദുസിനായാലും അങ്ങനെ ആർക്കും ഉള്ള പ്രാർത്ഥനാ മുറിയുണ്ട്. അവിടെ കൊയ്റ്റ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ ഒരു നടുത്തളം പോലത്തെ സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ജിമ്മുണ്ട്. പിന്നെ നമ്മൾ ആ ഹെവനിലേക്ക് പോവുകയാണ്. അവിടെ പോയി നമുക്ക് ചായയൊക്കെ കുടിക്കാൻ പറ്റും കേട്ടോ. അതാണ് എനിക്ക് ഇത്ര സന്തോഷം. പിന്നെ കണ്ടോ, സൈക്കിള് എല്ലാ ഏരിയയിലും നമുക്ക് സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കും കേട്ടോ. അത് ഞാൻ വേറെ സ്ഥലത്തും കാണിച്ചു തരാം. അലക്കാനുള്ള സ്ഥലമാണ് കേട്ടോ.
അപ്പം നമ്മൾ ആ ഹെവൻ എന്ന് പറഞ്ഞ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിൽ കണ്ടോ പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടോ. ഇങ്ങനെ എല്ലാവർക്കും നിസ്കരിക്കാനും എല്ലാത്തിനും സ്ഥലം ഉണ്ടായിരിക്കും ഇവിടെ. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. ഇവിടെ വന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ചായ, പാല്, കാപ്പിപ്പൊടി, കെറ്റില് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഇവിടെ വന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. കുറച്ച് ബ്രെഡും കുറച്ച് ചിക്കൻ ചാറൊക്കെ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കൊണ്ടുവന്ന കേട്ടോ നമ്മൾ. പിന്നെ ഇവിടെ പാലും പൊടിയൊക്കെ ഉണ്ട്. നമ്മളതുകൊണ്ട് ചായയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കൊണ്ടുവന്ന ബണ്ണും ചിക്കൻ കറിയും ഒക്കെ ചൂടാക്കി ചായയൊക്കെ ഇട്ട് അതൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വിശപ്പൊക്കെ മാറി ക്ഷീണമൊക്കെ മാറിയിട്ടാട്ടോ നമ്മൾ യൂണിവേഴ്സിറ്റി ചുറ്റി നടന്ന് കാണുന്നത്. ഇന്ന് നമ്മളൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ യൂണിവേഴ്സിറ്റിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്റ്റുഡൻസിനെ ആരെയും കാണാൻ പറ്റില്ല. പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവായിരിക്കും, അത്രേ ഉള്ളൂ. ഇന്ന് സ്റ്റുഡൻസ് അധികം പേരുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് ഇതിൻ്റെ പുറം ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എല്ലാത്തിനും തന്നെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈബ്രറി ഒക്കെ ആണെങ്കിലും ഒത്തിരി വിശാലമായ ലൈബ്രറി ഉണ്ട്. അവിടെ നമുക്ക് ബുക്സ് മാത്രമല്ല കേട്ടോ, ബുക്സും നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. പുറത്തെടുക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് സ്റ്റുഡൻസിന് അവിടെ നിന്ന് സ്റ്റുഡൻസിൻ്റെ ID ഉപയോഗിച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ലാപ്ടോപ്പ് ഒന്നും സ്വന്തമായിട്ടില്ല, നമുക്കൊരു ലാപ്ടോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ബുക്ക് എടുക്കുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ലാപ്ടോപ്പ് നമ്മുടെ ID വെച്ചിട്ട് എടുക്കാൻ പറ്റും. ആ ലാപ്പ് ഉപയോഗിച്ച് നമുക്ക് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും കേട്ടോ. നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. ആ നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചു നമ്മുടെ ചായയോടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് കാണുന്ന കെട്ടിടങ്ങളാണ് കേട്ടോ അതെല്ലാം. പുറത്തുനിന്ന് കാണുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വലുപ്പമില്ല, പക്ഷെ നമ്മൾ അകത്തേക്ക് വരുമ്പോഴാണ് യൂണിവേഴ്സിറ്റി കാണുക. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അധികം വലുപ്പത്തിലാണ്. കണ്ട ഇത് ബാറാണ് കേട്ടോ. ബാറിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. ബാറ് എന്ന് പറയുമ്പോൾ അതിവിടെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുക വലിക്കുന്നതൊന്നും ശിക്ഷാർഹമല്ല, അതൊക്കെ ചെയ്യാൻ പറ്റും ഇവർക്ക്. ഇപ്പോൾ കണ്ടോ, ഇത് ഒരു ബാറിൻ്റെ സൈഡാണ് കാണുന്നത്. ഇവിടെ ഇരുന്ന് നമുക്ക് എന്താ പറയുക മദ്യപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബീവറേജ് അങ്ങനെയല്ല കേട്ടോ. പിന്നെ അതുപോലെ ടെസ്കോൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കായാലും യൂണിവേഴ്സിറ്റിയിൽ വരുന്നവർക്കായാലും ഇവിടെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അതുപോലെ ഒരു സബ്വേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അവിടെ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഉണ്ടോ ആ ഭാഗത്ത്, ആ കുട്ടികളിരിക്കുന്ന ആ ഭാഗത്ത് ആണ് ആ ബാറിൻ്റെ മൂലയാണത്, അതിൻ്റെ കോർണർ ഭാഗമാണത്. അങ്ങനെ അവിടെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്ക് ഇവിടുത്തെ ബസ് ഫീസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി തന്നെ കുറേ പ്രാവശ്യം സിറ്റി സെൻറ്ററിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ബസ്, ഗവൺമെൻറ് ബസ്, നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ട് പോലെ ഫെസിലിറ്റി ഉണ്ടാവും കേട്ടോ. ഇത് സൈക്കിൾ വയ്ക്കാൻ, ഇപ്പോൾ ഇത് മാനേജ്മെൻറ്റ് കോഴ്സുകളുടെ കെട്ടിടത്തിൻ്റെ അവിടേക്ക് വന്നു. അപ്പോൾ നമുക്ക് അവിടെ ഉള്ള സൈക്കിളിൻ്റെ വെക്കാനുള്ള ബാറുകളാണ് കേട്ടോ. സൈക്കിൾ കാർ പാർക്ക് പോലെ സൈക്കിൾ പാർക്കാണത്. ഓരോ സൈക്കിൾ നമുക്ക് അവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ കമ്പ്യൂട്ടർ സയൻസും മാത്തമാറ്റിക്സിൻ്റെയും ബ്രാഞ്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് അവിടെ കാണുന്നത് എൻജിനീയറിങ്ങിൻ്റെ കെട്ടിടമാണ് കാണുന്നത്. എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ സയൻസ് പരമായിട്ടുള്ള എല്ലാ കോഴ്സുകളും സിംഗിൾട്ടൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്യാമ്പസാണ് കേട്ടോ. ഈ ക്യാമ്പസിലല്ല ഉള്ളത്. ഇതാണ് മാത്തമാറ്റിക്സിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ബിൽഡിങ്, അതിൻ്റെ സെക്ഷൻ. അതുപോലെ ഈ കാണുന്നത് എൻജിനീയറിങ്ങിൻ്റെ സെക്ഷൻ. പിന്നെ നമുക്ക് ഈ മഞ്ഞ കളറിൽ ഇവിടെ കാണുന്നത് ഗ്രേറ്റ് ഹോൾ, ഒരു വലിയ ഹോളാണ് കേട്ടോ. സെമിനാറൊക്കെ നടത്താൻ വേണ്ടിയിട്ടും ഇവരുടെ ഗ്രാജുവേഷൻ പ്രോഗ്രാമും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ ഹോളാണ്. ഇനി ഇതാണ് നമ്മുടെ മാനേജ്മെൻറ്റ് സെക്ഷൻ.
അപ്പം ഞാൻ ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ ബ്രാഞ്ചിൽ പഠിക്കുന്ന കുട്ടീനെ അവിടെ നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ട്. കുട്ടീനെയും കുട്ടീൻ്റെ സ്കൂളിനെയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടോ, ഇത് ഇംഗ്ലീഷിലും വെൽഷിലുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിയും കുട്ടിയുടെ സ്കൂളുമാണിത്. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻറ്റ് ബ്രാഞ്ചാണ് കേട്ടോ അത്. നമുക്കതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കണ്ടോ, അവിടെ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എന്നുള്ളത് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കൗണ്ടിങ്, ഫിനാൻസിങ്, മാർക്കറ്റിംഗ്, ബിസിനസ് മാനേജ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന ആ ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ കുട്ടികൾ അവധി ദിവസം ആയതുകൊണ്ട് അവിടെ ടേബിൾ ടെന്നീസൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ഈ ഒരു കോഴ്സുകളുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു നടുത്തളം പോലത്തെ സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലും ഒരു ലോഞ്ചൊക്കെ ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ നമുക്ക് ഫുൾ ഇത്രയും പേർക്കും ഇത്രയും സ്ഥലത്ത് കവറിങ് ആയിട്ടുള്ള വൈഫൈ അവർക്ക്, നമ്മൾ വിസിറ്റേഴ്സ് ചെന്ന് കഴിഞ്ഞാൽ വിസിറ്റേഴ്സിനുള്ള വൈഫൈയും ഉണ്ടായിരിക്കും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെന്താ പ്രത്യേകത? മൊബൈലൊക്കെ ചാർജ് ചെയ്യും. എങ്ങനെ? ഓ, അപ്പോൾ ഒരു സാധനം, ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് സോളാറിൻ്റെ എന്താ പറയുക, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ടേബിളാണ്. അതായത് നമുക്ക് പാർക്ക് പോലെ വന്നിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സോളാറിൻ്റെ പവർ ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റം, നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. വൈഫൈ ഉണ്ട്. ഭയങ്കര സെറ്റപ്പ് ആയിട്ടില്ലേ? ഭയങ്കര കൊള്ളാലോ. ഫ്രീ ചാർജാണ്. കണ്ടോ എന്താ ഫെസിലിറ്റി! പഠിക്കാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാമെന്നല്ലേ. ഇപ്പോൾ വൈകുന്നേരം 7:15 സമയം. ഇവിടെ സൂര്യൻ സമ്മർ ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് അസ്തമിക്കുള്ളൂ. ഈ കുടയൊന്ന് പിടിക്കാട്ടെ. ഇത് പാർക്കല്ല കേട്ടോ, യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കാൻ തോന്നും? നമ്മളെന്തിനു മറ്റുള്ളവർ കുറ്റം പറയണേ? ഇത് ടെന്നീസ് കോർട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ബാസ്കറ്റ് ബോൾ കോർട്ട്. എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല. കണ്ട വലിയ കോർട്ട്. എവിടെ ഘടികാരം? പിന്നെ ഘടികാരം ഇവിടെ നമുക്ക് സമയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഷ്ടപ്പെട്ട് നോക്കണ്ട, ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇപ്പം സമയം 7:15 കേട്ടോ. ഇന്ന് വെയിൽ കുറവാണ്. നമുക്ക് കാണാൻ പറ്റും, പക്ഷെ തെളിച്ചം കുറവായിരിക്കും. നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ ചോദിക്കാം.